എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കാഗുയ അവളാണെങ്കില് സാസുകയെ പിടിച്ചു വലിച്ച് മറ്റൊരു ഡയമെൻഷനിലേക്ക് അയക്കും. അതിനുശേഷം നറൂട്ടോയെ തകർക്കാനായിട്ട് അവന്റെ പിന്നാലെ പോവാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒബീട്ടോ അവൻ കുട്ടപ്പന്റെ ക്ലൗണിനോട് ചോദിക്കും, സോ നിന്റെയും സാസുകയുടെ പവർ അതൊരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാഗുയെ തോൽപ്പിക്കാൻ കഴിയൂ അല്ലേ? അതിനാ ക്ലൗൺ പറയും, അതെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും പവർ അതിനാവശ്യമാണ്. പക്ഷേ സാസുകയുടെ പവർ അതെന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ കുട്ടപ്പന്റെ പവർ അതെനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും നറൂട്ടോയെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അപ്പോഴായിരിക്കും അവരാ കാഴ്ച കാണുക. കാഗുയ അവൾ നറൂട്ടോയെ അങ്ങനെ തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഒരുപാട് വേദന സഹിച്ച് താഴേക്ക് വീണ് കിടക്കും. അപ്പൊ കാഗുയ അവളെ റിയൽ ഡയമെൻഷൻ അത് ഓപ്പൺ ആക്കി ഇപ്പൊ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. അത് കണ്ട് ഒബീട്ടോ ഇപ്പൊ ക്ലൗണിനോട് ചോദിക്കും, നീ പറഞ്ഞത് സാസുകയുടെ പവർ അത് നിനക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നല്ലേ? ഒരുപക്ഷെ അവളവനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയിരിക്കും. അവൾ ഇനിയും അവളുടെ ഡയമെൻഷൻ ഓപ്പൺ ചെയ്യും. ആ സമയത്ത് കാമുയി ജിപ്സു അതുപയോഗിച്ച് എനിക്ക് സാസുകയെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷെ എന്താ, എന്റെ കയ്യില് ഇപ്പൊ അത്രയും പവറില്ല. നിങ്ങളുടെ പവർ അതെനിക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കത് ചെയ്യാൻ കഴിയും. അതിന് സാക്കുറയും കുട്ടപ്പന്റെ ക്ലൗണും പറയും, ഞങ്ങളുടെ രണ്ടുപേരുടെയും പവർ തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഒബീട്ടോ അടിച്ചു പറയും, എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സാസുകയെ ഞാൻ തിരികെ കൊണ്ടുവരും. അത് കേട്ട് കുട്ടപ്പൻ ഒരുപാട് സന്തോഷാവും. അവൻ തല കുനിച്ച് ഒബീട്ടോയോട് താങ്ക്സ് പറയും. ഒബീട്ടോ പറയും, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിന്റെ പപ്പ എൻ്റെ മാസ്റ്റർ ആയിരുന്നു. സാസുകയും ഞാനും ഒരേ ക്ലൗണിലുള്ളവരുമാണ്. സോ നമ്മളുടെ ഇടയിൽ നന്ദിയുടെ ആവശ്യമില്ല. എന്നെ പോലെ തന്നെ നിനക്കും ഒരു ഹൊക്കാഗെ ആവണമെന്നല്ലേ ഏറ്റവും വലിയ ആഗ്രഹം? ഉറപ്പായിട്ടും നിന്നെ കൊണ്ടതിന് കഴിയും. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ടെലിപ്പോർട്ട് ആവണം. സോ സാക്കുറ, നറൂട്ടോ, നിങ്ങൾ രണ്ടുപേരും എന്റെ ബോഡിയിൽ കൈവെക്ക്. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ ഒബീട്ടോയുടെ ബോഡിയിൽ കൈവെക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത സാക്ഷാൽ കാഗുയ അവളിതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് പിടികിട്ടും ഒബീട്ടോ അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതേസമയം ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും സാസുകയുള്ള ആ ഒരു ടൈം സ്പേസ് അവിടേക്ക് പോണെന്ന് പറഞ്ഞ് കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പ ഫൈറ്റയില് അതിപ്പോ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. അത് നറൂട്ടോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ എനർജിയും പവറും ഒക്കെ തന്നെ ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യാം. അടുത്ത സെക്കൻഡ് കുട്ടപ്പന് പവർ ബൂസ്റ്റ് ആവും. അവന്റെ 100 ക്ലൗൺസിനെ ഇറക്കി വെച്ച് ഇപ്പൊ കാഗുയായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. കാഗുയാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് കുട്ടപ്പന്റെ ഓരോ ക്ലൗൺസിനെയായി തകർക്കാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പൻ ഉറപ്പിച്ചു പറയും, ഇത്തവണ എന്തായാലും നിന്റെ ടൈം സ്പേസിൽ ഞാൻ കയറി പറ്റും. കാഗുയാണെങ്കിൽ അടുത്ത സെക്കൻഡ് അവള് ടൈം സ്പേസ് അത് ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് പോകുന്നുണ്ട്. കുട്ടപ്പനും നൈസായിട്ട് ആ ടൈം സ്പേസിൽ കയറി പറ്റും. അവൻ മാത്രമല്ല അവന്റെ 2 ക്ലൗൺസും. ബ്ലാക്ക് സെറ്റ്സൂനാണെങ്കിൽ നറൂട്ടോയെ കാണുമ്പോൾ തന്നെ പേടിയാവാൻ തുടങ്ങും. ബ്ലാക്ക് സെറ്റ്സു കാഗുയോട് പറയും, അമ്മ എത്രയും പെട്ടെന്ന്, അമ്മ ഇവൻ നിസ്സാരക്കാരനല്ല, ഈ ഒരു ഡയമെൻഷനാണ് ബാക്കിയുള്ള 5 ഡയമെൻഷനെയും കണക്ട് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് ഇവനെ കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഇവൻ സാസുകയെ കണ്ടുമുട്ടാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച അവർ രണ്ടുപേരും ചേർന്ന് അമ്മയെ ലോക്ക് ചെയ്യും. സോ എത്രയും പെട്ടെന്ന് അവനെ കൊല്ല്. അതിന് കാഗുയ പറയും, എന്നെ കൊണ്ടിപ്പോ അവനെ കൊല്ലാൻ കഴിയില്ല. എന്റെ മക്കളുടെ ചക്ര പവർ അതാദ്യം എനിക്ക് അബ്സോർബ് ചെയ്തെടുക്കണം. അതാണ് ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം. ബ്ലാക്ക് സെറ്റ്സൂനാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അയ്യോ വേണ്ട വേണ്ട, ആദ്യം നിങ്ങൾ അവനെ കൊല്ലണം. ഏതെങ്കിലും കാരണവശാ അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുക അമ്മയെ സീൽ ചെയ്യുക എന്നതായിരിക്കും. സോ അങ്ങനെ സംഭവിച്ച നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അത് വെറുതെ ആവും. അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. അത് കേട്ട് കാഗുയ അവളും നറൂട്ടോയെ കൊല്ലാൻ തയ്യാറെടുക്കും. കാഗുയ അവളുടെ കൈ നീട്ടി ഒരു ഡയമെൻഷൻ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഒരു വലിയ റാഡ് ഇപ്പൊ നറൂട്ടോയുടെ ബോഡിയിലേക്ക് അങ്ങനെ വലിച്ചെറിയും. റാഡ് കുത്തി ഇറങ്ങേണ്ട താമസം നറൂട്ടോ അവനങ്ങനെ കരിഞ്ഞ് ഇല്ലാതാവും. ബ്ലാക്ക് സെറ്റ്സൂനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. വാവ്, അങ്ങനെ ഒരു വിധത്തില് നമ്മളെ നറൂട്ടോയെ കൊന്നു. ഒറിജിനൽ നറൂട്ടോ അവൻ മരിച്ചു കഴിഞ്ഞ ഉറപ്പായിട്ടും അവന്റെ 2000 ക്ലൗൺസും ഇപ്പോ അങ്ങനെ ഇല്ലാതായിട്ടുണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഡയമെൻഷനിലേക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞ് അവര് വീണ്ടും ഇപ്പൊ തിരികെ വരും. അവരവിടുന്ന് പോയ അടുത്ത സെക്കൻഡ് ഒബീട്ടോയും സാക്കുറയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. ഒബീട്ടോ പറയും, സാക്കുറ ഇത്തവണ എന്റെ എല്ലാ പ്രതീക്ഷയും അത് നിന്നിലാണ്. സാക്കുറ പറയും, ഉറപ്പായിട്ടും എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണെങ്കിലും
ഞാനത് ചെയ്തിരിക്കും. നറൂട്ടോയ്ക്ക് വേണ്ടി, അവന്റെ ലക്ഷ്യം അത് പൂർത്തിയാകാൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവളിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ഓരോ തവണ നറൂട്ടോ സാക്കുറയെ പ്രൊട്ടക്ട് ചെയ്ത കാര്യങ്ങൾ അവൾ ഓർത്തുകൊണ്ടേയിരിക്കും. ആക്ച്വലി സാക്കുറയാണ് നറൂട്ടോ ഏറ്റവും കൂടുതൽ മാനസികമായി വേദനിപ്പിച്ചത്. പലതവണ അവൾ അവനെ ഹേർട്ട് ചെയ്തു, പറഞ്ഞു പറ്റിച്ചു, ഉപദ്രവിച്ചു. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ അതൊക്കെ മറന്ന് അവളോട് ചേർന്ന് നിന്ന് അവളെ സഹായിച്ചു കൊണ്ടേയിരുന്നു. അതേസമയം കാഗുയ അവള് തിരികെ ആ ഡയമെൻഷനിലേക്ക് വരും. നറൂട്ടോയുടെയും അവന്റെ ക്ലൗൺസിന്റെയും കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ ശ്വാസം വലിച്ചു വിടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്മ ട്വിസ്റ്റ്. അവൾ തകർത്ത് കളഞ്ഞത് യഥാർത്ഥ നറൂട്ടോയെ അല്ല, മറിച്ച് അവന്റെ ക്ലൗൺസിനെയാണ്. ഇവിടെ കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ കാഗുയെ തന്നെ അങ്ങനെ തുറച്ചു നോക്കി നിൽക്കും. ബ്ലാക്ക് സെഡ്സ് ടെൻഷനായി ദൂരെ നിൽക്കുന്ന നറൂട്ടോയുടെ ക്ലൗൺസിനെ മുഴുവൻ കാഗുയയ്ക്ക് കാണിച്ചു കൊടുക്കും. കാഗുയയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ബ്ലാക്ക് സെഡ്സ് ചോദിക്കും, അമ്മേ, നമ്മൾ ഓൾറെഡി നറൂട്ടോയെ കൊന്നു കളഞ്ഞതല്ലേ, പിന്നെന്താണ് ഈ ക്ലൗൺസുകള് അവരിപ്പോഴും തകരാതെ നിൽക്കുന്നത്? അപ്പൊ റിയൽ നറൂട്ടോ അവനിപ്പോ ഹായായിട്ട് മുൻപോട്ട് വരും. കാക്കാഷി മാസ്റ്റർ ഇപ്പൊ നറൂട്ടോയെ കണ്ട് ചോദിക്കും, നറൂട്ടോ നീ ഓക്കെ അല്ലേ? അതിന് നറൂട്ടോ പറയും, അതെ, പക്ഷെ ഞാനിതില് തോറ്റുപോയി. എന്നെ കൊണ്ട് ആ ഒരു ഡയമെൻഷനിലേക്ക് പോവാനായി കഴിഞ്ഞില്ല. ഇവിടെ കാഗുയയും ബ്ലാക്ക് സെഡ്സും അവർ രണ്ടുപേരും വീണ്ടും ആ മെയിൻ ഡയമെൻഷനിലേക്ക് എത്തും. അതിനുശേഷം നറൂട്ടോ അവൻ ജീവനോട് കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിക്കും. അവരെ കണ്ട ഒബീട്ടോയും സാക്കുറയും നറൂട്ടോയുടെ ക്ലൗണും അവർ 3 പേരും അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കും. അടുത്ത സെക്കൻഡ് ഒബീട്ടോ അവൻ സാക്കുറയായി അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് മറഞ്ഞു പോകും. കാഗുയ ആണെങ്കിൽ അവിടെ മുഴുവൻ അന്വേഷിച്ച് ഇപ്പൊ കുട്ടപ്പന്റെ ക്ലൗൺ അതിനെ കണ്ടുപിടിക്കും. കാഗുയ ഫുൾ കലിപ്പില് ഇപ്പൊ അവനോട് ചോദിക്കും, സത്യം പറ, നീയാണോ റിയൽ നറൂട്ടോ? അത് കേട്ട ക്ലൗൺ ചിരിക്കും. അവൻ പറയും, അതെ, ഞാൻ തന്നെയാണ് റിയൽ നറൂട്ടോ. കട്ട് ചെയ്താ മറ്റൊരു ഭാഗത്ത് ഒബീട്ടോ അവനാണെങ്കിൽ ആ ഒരു ടൈം സ്പേസ് മുഴുവനായും ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഒബീട്ടോയ്ക്കാണെങ്കിൽ ആ ഒരു ടൈം സ്പേസ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ടൈം സ്പേസ് ആണ് ബാക്കിയുള്ള ടൈം സ്പേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ഉറപ്പായിട്ടും നമുക്കിതുപയോഗിച്ച് സാസുകയെ കണ്ടുപിടിക്കാൻ കഴിയും. സാക്കുറയാണെങ്കിൽ അവളുടെ 100 സീലിംഗ് ജിപ്സു ആ ഒരു പവർ ഉപയോഗിച്ച് അവളുടെ ഫുൾ പവർ ഒബീട്ടോയ്ക്ക് കൊടുക്കും. ഒബീട്ടോ ആണെങ്കിൽ അവന്റെ കാമുയി ജിപ്സു അതുപയോഗിച്ച് അടുത്ത ഡയമെൻഷൻ ഓപ്പൺ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര പവർഫുൾ ആണ്. അവരെ കൊണ്ട് അത് അത്ര സിമ്പിളായി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അവ ഫുൾ സ്ട്രെങ്തില് ഇപ്പൊ ആദ്യത്തെ ഡയമെൻഷൻ അത് ഓപ്പൺ ചെയ്യും. അവിടെ ആണെങ്കിൽ മുഴുവൻ ലാവ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ സാസുക ഇല്ല എന്ന് അവന് മനസ്സിലാവും. അതിനുശേഷം മറ്റൊരു ഡയമെൻഷൻ. പക്ഷെ അവിടെയും സാസുകയെ കണ്ടെത്താൻ അവനെ കൊണ്ടാവില്ല. ഒരുപാട് പവറൊക്കെ എടുത്ത് കണ്ണിലൂടെ ചോര തുളുമ്പി ഒബീട്ടോ അവൻ ടയർഡായി താഴേക്ക് വീഴും. കട്ട് ചെയ്താ ഇവിടെ ബ്ലാക്ക് സെഡ്സു അവൻ കണ്ടുപിടിക്കും. അവരിപ്പോ കാണുന്ന ആ ഒരു നറൂട്ടോ അതും വെറും ക്ലൗൺ തന്നെയാണ്. അടുത്ത നിമിഷം കാഗുയയും ബ്ലാക്ക് സെഡ്സും അവർ തിരികെ നറൂട്ടോ ഉള്ള ആ ഒരു ഡയമെൻഷനിലേക്ക് വരും. അതിനുശേഷം അവിടെയുള്ള എല്ലാ നറൂട്ടോകളെയും അവർ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ബ്ലാക്ക് സെഡ്സു കാണും റിയൽ നറൂട്ടോയുടെ ചുറ്റുമാണ് ആ ബ്ലാക്ക് സ്പിയേഴ്സ് അതങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. ബ്ലാക്ക് സെഡ്സ് പറയും, അമ്മ, അവൻ തന്നെയാണ് റിയൽ നറൂട്ടോ. ഇവിടെ ഒബീട്ടോ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അടുത്ത ഡയമെൻഷൻ ഓപ്പൺ ചെയ്യും. പക്ഷെ ഇത്തവണ ഒരു ആസിഡ് കടലായിരിക്കും അവർ കാണുക. അതിൽ നിന്ന് ആസിഡ് പുറത്തേക്ക് വരും. സാക്കുറയാണെങ്കിൽ ഞൊടിയിടയില് ഒബീട്ടോയും താങ്ങിയെടുത്ത് അവിടുന്ന് മാറിപ്പോവും. സാക്കുറയ്ക്കാണെങ്കിൽ ആ ഒരു ആസിഡ് അതവളുടെ ബോഡിയിൽ വീണ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് പരിക്ക് പറ്റിയിരിക്കുകയാണ്. പക്ഷെ അവൾ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൾ ഒബീട്ടോട് പറയും, നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവൾ പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്തവണ അവര് കറക്റ്റ് ആയിട്ട് സാസുക ഇരിക്കുന്ന ഡയമെൻഷൻ അത് കണ്ടെത്തും. സാക്കുറ സാസുകയുടെ പേര് വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങും. അവൻ ഓടി ഓടി ആ ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുമ്പോഴേക്കും ഒബീട്ടോ അവനവന്റെ കണ്ണ് ഒരുപാട് വേദന എടുത്ത് അങ്ങനെ ക്ലോസ് ചെയ്യും. ജസ്റ്റ് മിസ്സിന് സാസുകയെ തിരികെ പിടിക്കാൻ അവരെ കൊണ്ടായില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാസുക അവൻ ഓൾറെഡി അവരാ ടൈം സ്പേസ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പുറത്ത് കടന്നിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.